നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 6-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 24-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ശരിക്കും ആഴ്ചകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ദിവസമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ദേവഗുരുവായ ബൃഹസ്പതി, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് ബൃഹസ്പതി, വ്യാഴം. ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴം നോക്കിയാൽ പോലും ദോഷമുണ്ടെങ്കിലും തീർന്നു പോകും. ഇന്ന് വ്യാഴത്തിൻ്റെ ദിവസമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന നക്ഷത്രമല്ല കാർത്തിക. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു 50% കൊള്ളാവുന്ന ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. ആഴ്ച നല്ല ആഴ്ച, ഭഗവാന്റെ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നല്ലതാണെങ്കിൽ പോലും നക്ഷത്രം അത്ര നല്ലതല്ല. പക്ഷേ നമുക്കിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മകരമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കണേ. നിങ്ങൾ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും, അതിന് സംശയം വേണ്ട. എന്തായാലും കാർത്തികക്കാർക്ക് നല്ല സമയം വന്നിരിക്കുകയാണ്. കാർത്തികക്കാർ എന്ന് പറയുമ്പോൾ മകരമാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ള കാർത്തികക്കാർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ നേട്ട ഫലത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ്. വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. വളരെ ഉയർച്ചയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ശരിക്കും വ്യാഴം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പുരോഗതിയെ, ധനമാണ് വ്യാഴം. ഒരു ജാതകം തന്നെ നമ്മൾ എടുക്കുമ്പോൾ വ്യാഴന് ബലമുണ്ടെങ്കിൽ, ആ ജാതകത്തിൽ വ്യാഴന് ബലമുണ്ടെങ്കിൽ മാത്രമേ ആളിന് സമ്പത്ത് വരുള്ളൂ. വേറെ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ സ്ഥാനത്ത് നിന്നാൽ പോലും വ്യാഴത്തിന് ബലം വേണം. അതുകൊണ്ട് വ്യാഴം ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനം വന്നു ചേരും. ഊഹക്കച്ചവടങ്ങളിലോ അതുപോലെ റിയൽ എസ്റ്റേറ്റ് അതേപോലെ പ്രവർത്തിക്കുന്നവർക്കോ ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങാൻ വിജയിക്കും. ഇങ്ങനെ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾക്കിതാ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വരണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യാഴനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം വരുന്നത് ശരിക്കും പറഞ്ഞാൽ 1:30 മണി മുതൽ 3 മണി വരെയാണ് രാഹുകാല സമയം തന്നിരിക്കുന്നതെങ്കിലും രാഹുകാല സമയം വരുന്നത് 1:30 മണി മുതൽ 3 മണി വരെയാണെങ്കിലും ഇന്ന് 2 മണി 6 മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ. 3 മണി 33 മിനിറ്റ് വരെയാണ് രാഹുകാല സമയം. അപ്പോൾ രാഹുകാല സമയം 1/2 മണിക്കൂറോളം വ്യത്യാസത്തിലാണ്. ശുഭയാത്രയ്ക്ക് രാഹുകാലം നോക്കി ഇറങ്ങുക. അതുപോലെ ഇന്നും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും നമുക്ക് ഒഴിവാക്കണം. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:14 തൊട്ട് 11:11 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:50 തൊട്ട് 8:17 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ചെയ്യാം. അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ശരിക്കും 12:15 തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ സമയമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ സമയം, അഭിജിത്ത് മുഹൂർത്തം. നമുക്ക് 50-50 ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യണമെങ്കിലും ചെയ്യാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പ്രപഞ്ചത്തിൽ
ശരിക്കും മഹാഗുരുവിൻ്റെ പ്രീതി വരാനും ഗുരുവിൽ നിന്ന് മാക്സിമം എനർജി നമ്മളിലേക്ക് എത്താനും നമ്മൾ എന്ത് ചെയ്യണം? വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കണം. കാരണം ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി മഞ്ഞ ഡ്രസ്സോ മഞ്ഞ മിക്സായിട്ടുള്ള കളറോ നമുക്ക് ധരിക്കുന്നത് ഭാഗ്യദായകമായിരിക്കും. ഇപ്പോൾ മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ള കളറോ ധരിക്കുന്നത് നന്നായിരിക്കും. ഇതൊന്നും ധരിക്കാത്താവാൻ പറ്റാത്തവർക്ക് ഒരു മഞ്ഞ തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. ഇന്ന് പരമഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.